ഷെടാ, പോയവരാരും കാണുന്നില്ലല്ലോ. ഞാൻ എത്ര സമയം കൊണ്ട് ഇവിടെ നോക്കിയിരിക്കുവാ. ഉറക്കവും വരുന്നു. എന്നാ പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോഴത്തേക്കും അവരിങ്ങ് എത്തുമായിരിക്കും. ആ ബെസ്റ്റ്. നല്ല ആളെ അമ്മാങ്ങയ്ക്ക് കാവലിരുത്തിയത്. ഇതെന്തൊരു കൂർക്കം വലിയാ. ഒരു ഉറക്കപ്രാന്തി. ചേച്ചി, ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ അമ്മച്ചി, അത് ഞാനല്ലേ. ഇങ്ങനെയാണ്, എന്നെ അടിക്കല്ലേ. നിങ്ങളായിരുന്നോ? നിങ്ങളിതപ്പോ വന്ന്? ഞങ്ങള് വന്നിട്ട് കുറച്ച് സമയമായി. ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ചേച്ചി, നിനക്ക് ഉറക്കത്തിൽ എനിക്കിങ്ങനെ പണി തരണമെന്നല്ലേ ചിന്ത? കൊള്ളാലോടി ചേച്ചി നിന്നെ. അത് പിന്നെ നീ എന്റെ പൊന്നാര അനിയത്തി കുട്ടിയല്ലേടി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കിങ്ങിനി മോളെ? കൂടുതൽ ഷോപ്പിംഗ് ഒന്നും വേണ്ട. ചേച്ചിയല്ലേ ആള്. തരം കിട്ടിയാലേ നീ എന്നെ വേണമെങ്കിൽ വല്ല ചൊവ്വയിലോട്ടും പറഞ്ഞു വിടും. എനിക്കറിയാടി നിന്നെ. അതെന്താ പറക്കിയാടി? നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ. ഞാൻ അന്നെ ചോദിക്കട്ടെ, ഒരു ഉമ്മ തരാം. ഓ, രണ്ടിന്റെ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ എന്റെ പിള്ളേരെ. കൊറേ ദൂരമുണ്ട് ചന്തയിലെത്താൻ. ഓ എന്റെ മനുക്കുറ്റൻ തെറ്റാ. ദേ വരുവാ. ഞങ്ങൾ സ്നേഹപ്രകടനം കണ്ടിട്ട് ചേട്ടൻ എന്താ കുശുമ്പാ? അസൂയപ്പെടാൻ പറ്റിയ രണ്ട് സാധനങ്ങൾ. ഇങ്ങോട്ട് വാടി പിള്ളേരെ. എന്റെ പൊന്നെ, എന്ത് പൊളിയാലേ ഈ സ്ഥലം കാണാൻ. അതെ അതെ, എന്തുമാത്രം ബട്ടർഫ്ലൈസാ ഇവിടൊക്കെ ഉള്ളേ. പിന്നല്ലാതെ നിങ്ങളെന്താ കരുതിയത്? മഞ്ചാടിക്കുന്നിനപ്പുറമുള്ള ചന്തയിലോട്ട് പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകളാ. ഇനിയല്ലേ കാഴ്ചകളൊക്കെ കിടക്കുന്നത്. വേഗം നടന്നാൽ നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ അവിടെ എത്താം. അയ്യോടാ, വലിയ കാഴ്ചക്കാരൻ നടക്കുന്നു. എടാ മണിക്കുട്ട, എനിക്ക് കൈ വേദന എടുക്കുന്നു. ഇങ്ങോട്ട് വന്നേടാ, ഇതൊന്ന് പിടിച്ചേ നീ. അതിനിപ്പോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നീ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് പിടിക്കണമെന്ന്? നേരെ അങ്ങ് പറഞ്ഞാ പോരെ. ഞാൻ പിടിക്കത്തില്ലേ. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ നീ? എന്നാ പിന്നെ ദാ പിടിച്ചോടാ മുത്തേ. എന്റെ നടു ഇനി അച്ചാറിടാനേ കൊള്ളത്തുള്ളി. കൊട്ട പിടിച്ചു. അയ്യോ. ഹായ്, നോക്കിക്കേ നോക്കിക്കേ, സ്കൂബിയുടെ സ്കൂബിയുടെ. ആ ശരിയാണല്ലോ. എന്റെ ബാഗിലോട്ട് അതേ സ്കൂബിയുടെ തന്നെയാണല്ലോ ഇതും. സ്കൂബിയുടെയും ചങ്ങാതി ബാഗുമായി എത്തുമ്പോൾ സ്കൂബിക്കൊപ്പം പാടാം, സ്കൂബിക്കൊപ്പം മാറാം. എടാ സ്കൂബിയുടെ, ഇവിടെ വാടാ, എന്റെ അടുത്തോട്ട് വാടാ സ്കൂബിയുടെ. എടി കാർത്തു, അവളെ പോയി പിടിക്കടി, അല്ലെങ്കിൽ സ്കൂബിയുടെ അവളെ പോക്കറ്റിൽ കയറിയിരുന്ന് കുത്തും. ഇത് തുമ്പി, അത് സ്കൂബിയുടെ ഒന്നും അല്ലടി. അത് നല്ല കുത്തുന്ന തേനീച്ച. എങ്ങോട്ട് വാടി. ചേച്ചി ഒന്ന് പോ ചേച്ചി. ഇവനെ എനിക്ക് നല്ലോണം അറിയാം. അച്ഛനെ കഴിഞ്ഞ സ്കൂൾ ഉറപ്പിന് വാങ്ങിക്കൊണ്ടുവന്ന ബാഗിൽ ഈ സ്കൂബിയുടെ തന്നെയാ. എനിക്ക് ഉറപ്പാ ഇവൻ കുത്തത്തൊന്നുമില്ല. ചേച്ചിയും കൂടെ വേണമെങ്കിൽ വന്നോ. ആ എങ്കിൽ പിന്നെ ഇവിടെ പോയിട്ട് കുത്തും മേടിച്ചോണ്ട് വരട്ടെടി. നമുക്കെന്താ, നീ ഒന്നും മിണ്ടാൻ പോണ്ട. ചിന്നുകുട്ടി കിങ്ങിനി, നിങ്ങൾ വരുന്നോ സ്കൂബിഡിനെ തൊടാൻ? ഇല്ലടി തുമ്പി, എനിക്ക് ഈ സ്കൂബിഡിനെ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. നീ പൊക്കോ, നീ പോയിട്ടേ തൊട്ടിട്ട് വന്നോ. ഞാനും വരുന്നില്ലടി തുമ്പി. എനിക്ക് ഇപ്പോഴും മൂടില്ല, അതുകൊണ്ടാ. അല്ലാണ്ട് പേടിച്ചിട്ടൊന്നും അല്ലാട്ടോ. ഓ നിങ്ങളാരും വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ പോവാ എന്റെ സ്കൂബിയുടെ ചേട്ടന്മാരെടുത്തോട്ട്. സ്കൂബി, അയ്യോ അയ്യോ, ഇതെല്ലാം കൂടെ എന്നെ കുത്തുന്നേ. മണിക്കുട്ടൻ ചേട്ടാ, ചേച്ചി ഓടിയോ, എന്നെ കുത്തുന്നേ, തേനീച്ച കുത്തുന്നേ. ഓടിക്കോടി, ഓടിക്കോ ഓടിക്കോ, തേനീച്ച കൂടെ ഇളകിയതാടി. അയ്യോ എൻ്റെ അമ്മേ, ഓടി മടുത്ത്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേടി എല്ലാത്തിനോടും കുത്തുവിട്ടുമെന്ന്. ഇപ്പം എന്തുവാ എന്നിട്ട്? അയ്യോ സോറി ചേച്ചി. അയ്യോ ആ കല്ല് സ്കൂളിൽ എന്നെ ചതിച്ചതാ. അയ്യോ എൻ്റെ അമ്മോ. മണിക്കുട്ടൻ ചേട്ടാ, ഇനി എൻ്റെ മാത്രം ദൂരമുണ്ട് ചന്തയിലെത്താൻ. ഒരുപാട് നടക്കണോ ഇനി? അത് തന്നെയാടി ഞാനും ആലോചിക്കുന്നത്. അച്ഛൻ്റെ കൂടെ വന്നപ്പോൾ ഈ വഴിയൊന്നും അല്ല വന്നത്. നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഇവിടെ ഒന്നും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്ന പോലുമില്ല. വഴി തെറ്റിയെന്നോ? നീ എന്താടാ മണിക്കുട്ടായി പറയുന്നത്? നീ അല്ലേടാ പറഞ്ഞത് നീ ഈ വഴിയാ വരുന്നതെന്ന്. എന്നിട്ട് ഇപ്പൊ പറയുന്ന വഴി തെറ്റിയെന്ന്. എന്റെ ദൈവമേ, എന്താ ഇനി ചെയ്യേണ്ടത്? ഒരു പിടിയില്ലല്ലോ. ഇവൻ ഇരുന്നിടത്താണോ ഇവന്റെ കൂടെ വരാൻ തോന്നിയത്? അല്ലേലും ഈ ചേട്ടൻ വലിയ ആളും കളിച്ച് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്തേലും പണി കിട്ടുമെന്ന്. ഇവൻ എന്നൊക്കെ ആള് കളിച്ച് വന്നിട്ടുണ്ടോ അന്നൊക്കെ പണി കിട്ടിയിട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ വീട്ടിൽ പോലെ എനിക്ക് അമ്മയെ കാണണം. കൊണ്ടുപോടാ എന്നെ എന്റെ വീട്ടിൽ. ആഹാ, ഇനി കുറ്റമെല്ലാം കൂടെ എന്റെ തലയിലോട്ട് വെച്ചോ. ഞാൻ കൊണ്ടുവന്ന വഴിയൊക്കെ ശരിയാ. ഞാൻ തന്നെ നിന്നോട് കണ്ണി കണ്ട തേനീച്ചയുടെയൊക്കെ പുറകിന് ഒരു കുത്തു വാങ്ങിക്കാൻ അങ്ങനെ പോയോണ്ടോ വഴി തെറ്റിയത്? ആഹാ കൊള്ളാലോ നിന്നെ.
ഇനിയിപ്പോ നിങ്ങളിവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്തുവാ കാര്യം? അടുത്ത വഴി എന്തുവാന്ന് ആലോചിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണ്ടേ? അയ്യോ അയ്യോ, എനിക്ക് എന്റെ വീട്ടിൽ പോണേ. എനിക്ക് അമ്മയെ കാണണേ. അമ്മേ, അമ്മച്ചി ഓടി വാ. അമ്മയുടെ തുമ്പി പോലെ കാട്ടിപ്പെട്ട് പോയേ അമ്മേ. തുമ്പി, നീ ചുമ്മാ വേഷം കെട്ടിറക്കാനുണ്ടല്ലോ. കുറെ നേരമായി അവള് തുടങ്ങിയിട്ട്. ഇനി നീ കരഞ്ഞ നിന്റെ കണ്ണി ഞാൻ കോന്താരി തേക്കും. ഇറങ്ങി വാടി ഇങ്ങോട്ട്. അങ്ങോട്ട് ഒത്തില്ല, ഇനിയിപ്പോ ഇറങ്ങി ചെന്നേക്കാം. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അവിടെ ഒരു വീട്. എവിടെ?